പരിശീലനവുമായി ബന്ധപ്പെട്ട JK എഡ്യൂലൈറ്റ് തയ്യാറാക്കുന്ന കൂൾ എക്സാം സീരീസിലെ 26ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമഗ്രതയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് ഈ വീഡിയോയിൽ. ഇതുവരെയുള്ള വീഡിയോകൾ ലഭ്യമല്ലാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ വീഡിയോകളും അവയുടെ ക്രമത്തിൽ പഠിതാക്കളുടെ സൗകര്യത്തിനായി jkedulight.com എന്ന സൈറ്റിലും ലഭ്യമാക്കിയിട്ടുണ്ട്. സൈറ്റ് ലഭിക്കുന്നതിനായി www.jkedulight.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ നൽകുക. തുടർന്ന് വരുന്ന സൈറ്റ് ജാലകത്തിൻ്റെ ഏറ്റവും ആദ്യം കൂൾ മോഡൽ എക്സാം ഹെൽപ്പ് വീഡിയോസ് എന്നുള്ളത്, അതിലെ വീഡിയോകളെ ലിങ്കുകൾ ക്രമത്തിൽ നൽകിയിട്ടുണ്ട്. പാർട്ട് 1 മുതൽ പാർട്ട് 24 വരെയുള്ള വീഡിയോകൾ ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണമായി പാർട്ട് 4 ജിംബുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ദൃശ്യമാകുന്നതിനായി ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ യൂട്യൂബ് ചാനലിൽ നിന്നും ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ജിംബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്. ഇപ്രകാരം നിങ്ങളുടെ കൂൾ എക്സാമിനായി ഈ സൈറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യവും ഉത്തരവും നോക്കാം. ഒന്നാമത്തെ ചോദ്യം: കൈറ്റ് നിർമ്മിക്കുന്ന ക്ലാസ് റൂം റിസോഴ്സ് മാനേജ്മെൻറ്റ് സേവനമായ സമഗ്രയുടെ വെബ് അഡ്രസ് ഏത്? sampurna.kite.kerala.gov.in, samagra.kite.kerala.gov.in, samedan.kite.kerala.gov.in, www.kerala.gov.in. ഉത്തരം ക്ലാസ് റൂം റിസോഴ്സ് മാനേജ്മെൻറ്റ് പോർട്ടലാണ് സമഗ്ര. അപ്പോൾ സമഗ്രയുടെ സൈറ്റ് samagra.kite.kerala.gov.in. അടുത്ത ചോദ്യം: സമഗ്രയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ശ്രദ്ധിക്കുക, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1. സമഗ്രയിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ലോഗിൻ ആവശ്യമില്ലാത്ത പ്രവർത്തനമാണ്. ഇത് ശരിയാണ്. ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സമഗ്ര തുറക്കുന്ന ഏതൊരാൾക്കും ഡൗൺലോഡ് ചെയ്യാം. 2. ലോഗിൻ ആവശ്യമില്ലാതെ തന്നെ ഈ റിസോഴ്സ് സമഗ്രയിൽ നിന്ന് എല്ലാവർക്കും ലഭിക്കും. ശരിയാണ്. ഈ റിസോഴ്സ് ലഭിക്കുന്നതിനും ലോഗിൻ ആവശ്യമില്ല. 3. പാഠാസൂത്രണ മാതൃകകൾ ലോഗിൻ ചെയ്യാതെ തന്നെ എല്ലാവർക്കും ലഭ്യമാകും. ഇത് തെറ്റായ പ്രസ്താവനയാണ്. പാഠാസൂത്രണ മാതൃകകൾ അധ്യാപകർക്ക് മാത്രമാണ് നിലവിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് അത് ലഭിക്കുന്നതിന് ലോഗിൻ ചെയ്യേണ്ടതാണ്. 4. സമഗ്രയിൽ ക്വസ്റ്റ്യൻ പൂൾ ലഭ്യമാക്കാൻ ലോഗിൻ ആവശ്യമില്ല. അതും ശരിയായ പ്രസ്താവനയാണ്. ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പൂൾ ലഭ്യമാകും. അപ്പോൾ ഇതിൽ സമഗ്രയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് പാഠാസൂത്രണ മാതൃക ലോഗിൻ ചെയ്യാതെ തന്നെ എല്ലാവർക്കും ലഭ്യമാകും എന്നുള്ളത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. ഇതിലത്തെ ഉത്തരം ഏതാണ്? 3. അടുത്ത ചോദ്യം: സമഗ്ര പോർട്ടലിൽ ഈ റിസോഴ്സ് വഴി തുറന്നു വരുന്ന ഒരു വീഡിയോ സ്ക്രീൻ നിറഞ്ഞു കാണുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കീ ആണ് ഉപയോഗിക്കേണ്ടത്? ഇത് നമ്മൾ തൊട്ടു മുമ്പത്തെ വീഡിയോയിലും നൽകിയിരുന്നു. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് F11 ആണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിന് ചെറിയൊരു വിവരണം കൂടി ഇപ്പോൾ നൽകുന്നു. അതിനായി സമഗ്രയുടെ ഈ റിസോഴ്സ് സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്നു.
സമഗ്രയിൽ തുറന്ന് അതിലെ ഈ റിസോഴ്സിൽ നിന്നും ക്ലാസ് തിരഞ്ഞെടുക്കുന്നു, സബ്ജക്റ്റ് എടുക്കുന്നു, സെലക്ട് ചാപ്റ്റർ, ടോപ്പിക്, സബ്മിറ്റ്. ഇതിൽ നിന്നും ഒരു വീഡിയോ തിരഞ്ഞെടുക്കുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ നിറഞ്ഞു കാണുന്നതിന് ഏത് ഉപയോഗിക്കാം എന്നതാണ്. നിറഞ്ഞു കാണുന്നതിന് നാം ഉപയോഗിക്കുന്ന കീ ഏതാണ്? F11 ആണ് അല്ലേ? F11 വീണ്ടും അമർത്തിയാൽ തിരിച്ച് പഴയ പോലെ തന്നെയാകും. ഇതല്ലാതെ ഈ സ്ക്രീനിന്റെ വലത്തേ മൂലയ്ക്ക് മുകൾ ഭാഗത്ത് കണ്ടോ, ഇവിടെ മൗസ് കൊണ്ടുവച്ചാൽ അവിടെ കണ്ടല്ലോ എക്സ്പാൻഡ് എന്ന് പറയുന്ന ബട്ടൺ. എക്സ്പാൻഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും ഇത് വലുതാവുന്നതായിട്ട് കാണാം. ഈ സ്ക്രീൻ വലുതാവുന്ന. അപ്പൊ F11 എന്നതിന് തതുല്യമായ പ്രക്രിയയാണ് നമ്മൾ ചെയ്തത്. അതുപോലെ ഇതിനെ ചുരുക്കുന്നതിന് നോക്കൂ, ഈ മൗസ് പോയിന്റർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്? കൊളാപ്സ് എന്നാണ് അല്ലേ? അപ്പൊ കൊളാപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക? തിരിച്ച് പഴയ പോലെ ആകും. അപ്പൊ എക്സ്പാൻഡ് കൊളാപ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് F11 എന്ന് പറയുന്ന കീയും പ്രവർത്തിക്കുന്നത്. ഈ വസ്തുത പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വീണ്ടും ആ ചോദ്യം ഇവിടെ ഉൾക്കൊള്ളിച്ചത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ഏത് ഓൺലൈൻ പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ജാലകമാണ്? ഈ ജാലകം നമുക്കെല്ലാം പരിചിതമാണ്. ഈ ജാലകം ഏതിൻ്റെ ജാലകമാണ്? സമ്പൂർണ്ണ സമഗ്ര സമേതം സ്കൂൾ വിക്കി. ഉത്തരം സമഗ്ര. നമ്മൾ സ്കൂൾ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്യാൻ ഈ ജാലകം തുറന്ന് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്താണ് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവേശിക്കുന്നതിനുള്ള ജാലകമാണ്. അവിടെ ലോഗിൻ എന്ന് കാണാം, ഇവിടെയും ലോഗിൻ എന്ന് കാണാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മറ്റൊരു ചോദ്യം കൂടി പ്രകടമാകാം. അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം നാം ഇവിടെ ഉൾക്കൊള്ളിച്ചത്. സമഗ്ര ഓൺലൈനായും ഓഫ്ലൈനായും ഉപയോഗിക്കാം. അതുപോലെ സമഗ്ര ഓഫ്ലൈനായി ഉപയോഗിക്കുന്നതിനായി ആപ്ലിക്കേഷൻ, സ്കൂൾ റിസോഴ്സസ്, സമഗ്ര തുറക്കുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്നും ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, മുകളിൽ ലോഗിൻ ഉണ്ടെങ്കിലും ഇവിടെ താഴെ സൈഡിൽ പറയുന്നത് ഓഫ്ലൈൻ എന്നാണ്. തൊട്ടു മുമ്പേ നമ്മൾ കണ്ട ചിത്രവും ഈ ചിത്രവുമായി താരതമ്യം ചെയ്യുക. സമഗ്രയിൽ പ്രവേശിക്കുന്നതിനുള്ള ജാലകമാണെങ്കിൽ ഇവിടെയും ലോഗിനാണ്, ഇവിടെ സമ്പൂർണ്ണ ലോഗിൻ എന്ന് കാണാം. എന്നാൽ ഓഫ്ലൈൻ ജാലകത്തിൽ ഓഫ്ലൈനായി സമഗ്ര ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ജാലകമാണിത്. ഇവിടെ നമ്മൾ യൂസർ നെയിം കൊടുത്ത് പാസ്വേഡും കൊടുത്ത് കയറി ഓഫ്ലൈനായി നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ജാലകം കണ്ടാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് അത് സമഗ്രയുടെ ഓഫ്ലൈൻ ജാലകമാണ് എന്നാണ്. ഇതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ സമഗ്രയിൽ ഓൺലൈനായും ഓഫ്ലൈനായും ഉപയോഗപ്പെടുത്താം. ഓഫ്ലൈനായി ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് സമഗ്രയിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ മാത്രം ലഭ്യമാകുന്ന സൗകര്യം ഡാഷാണ്. ലോഗിൻ ചെയ്താൽ മാത്രം സൗകര്യമാകും അല്ലേ? സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ മാത്രം ലഭ്യമാകുന്ന സൗകര്യം ഏതാണ്? ഈ റിസോഴ്സ്, ക്വസ്റ്റ്യൻ പൂൾ, റിസോഴ്സ് ലിസ്റ്റ്, ടെക്സ്റ്റ് ബുക്ക്. ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ് ലോഗിൻ ചെയ്താൽ മാത്രം ലഭ്യമാകുന്നത്? ഉത്തരം റിസോഴ്സ് ലിസ്റ്റ്. മൂന്നാമത്തേതാണ് ശരിയായ ഉത്തരം. മറ്റ് 3 ഓപ്ഷനുകളും നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ലഭിക്കും. അടുത്ത ചോദ്യം, സമഗ്രയിൽ
പാഠാസൂത്രത്തിനനുസൃതമായി ക്ലാസ്സിൽ കാണിക്കേണ്ട റിസോഴ്സുകൾ മുൻകൂട്ടി ലിസ്റ്റ് ചെയ്ത് ക്രമപ്പെടുത്താനുള്ള സൗകര്യം താഴെ പറയുന്നതിൽ ഏത്? നമുക്ക് റിസോഴ്സുകൾ ആണ് ആവശ്യമെങ്കിൽ നമ്മുടെ പാഠാസൂത്രത്തിനനുസൃതമായ റിസോഴ്സുകൾ മാത്രം നമുക്ക് സമഗ്രയിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് മുൻകൂട്ടി ലിസ്റ്റ് ചെയ്ത് ക്രമപ്പെടുത്താം. ഇതിനുള്ളൊരു സൗകര്യം സമഗ്രയിലുണ്ട്. മൈക്രോ പ്ലാൻ, മൈ പ്ലാൻ, റിസോഴ്സ് ലിസ്റ്റ്, യൂണിറ്റ് പ്ലാൻ. ഉത്തരം റിസോഴ്സ് ലിസ്റ്റ്. ഉത്തരം റിസോഴ്സ് ലിസ്റ്റ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ സമഗ്രയിൽ ലോഗിൻ ചെയ്യാതെ തന്നെ ലഭ്യമാകുന്ന സൗകര്യമേത്? ലോഗിൻ ചെയ്യാതെ ലഭ്യമാകുന്ന സൗകര്യമേത്? പുതിയ വിഭവങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് സൗകര്യം, നിലവിലുള്ള വിഭവങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് സൗകര്യം, സ്വന്തമായി ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി ചെയ്യുന്നതിനുള്ള സൗകര്യം, ടെക്സ്റ്റ് ബുക്കുകളിലെ PDF ഡൗൺലോഡ് ചെയ്യുന്നതിന് സൗകര്യം. ഇതിൽ ആദ്യത്തെ 3 സൗകര്യങ്ങളും ലോഗിൻ ചെയ്താൽ മാത്രമേ ലഭിക്കൂ. ലോഗിൻ ചെയ്യാതെ ചെയ്യാൻ സാധിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്കുകളിലെ PDF ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം. അപ്പോൾ ശരിയായ ഉത്തരം 4ാമത്തെ ഉത്തരം. അടുത്ത ചോദ്യം. സമഗ്രയിൽ നാം തയ്യാറാക്കുന്ന പാഠാസൂത്രണങ്ങളെല്ലാം ഡാഷ് എന്ന പേരിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമഗ്രയിൽ നാം പാഠാസൂത്രണങ്ങൾ തയ്യാറാക്കിയാൽ അത് ഏത് ഹെഡിങ്ങിന് താഴെയാണ് വരുന്നത്? ഏത് പേരിലാണ് അത് വരുന്നത്? ഉത്തരം യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ, മൈ പ്ലാൻ, റിസോഴ്സ് ലിസ്റ്റ്. ഉത്തരം മൈ പ്ലാൻ. മൈ പ്ലാനിലാണ് തയ്യാറാക്കിയ പാഠാസൂത്രങ്ങൾ ലിസ്റ്റ് ചെയ്തതായി കാണിക്കുന്നത്. പരീക്ഷ എഴുതുന്ന എല്ലാ പഠിതാക്കൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം.